നമ്മൾ ഇന്ന് ഈ കാണുന്ന ബോക്സ് ഫുള്ള് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ RC കാർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് മൊത്തം 1 by 1 ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഡിഫൻഡറിൻ്റെ സംഭവമല്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സോണിയുടെ ഒരു ക്യാമറയിലാണ്. ഞാൻ ഇത്ര നാൾ ഉപയോഗിക്കാമായിരുന്നു. ഞാൻ പണ്ട് മേടിച്ചൊരു ക്യാമറയാണ്. അപ്പോൾ അതിന് വേണ്ട ബാറ്ററിയും ചാർജറുമാണ്. ഇതിപ്പോൾ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്ത് കാണിക്കുന്നില്ല, അത് സൈഡിലിരിക്കട്ടെ. ഡിഫൻഡറിൻ്റെ മേളിൽ വെക്കാനായിട്ടുള്ള സ്കെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രമ്മാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിവിടെ ഇരിക്കട്ടെ. കുഞ്ഞ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറും അത് വെക്കാനായിട്ടുള്ള ക്ലാമ്പും സ്ക്രൂസുമാണ് നെക്സ്റ്റ് വരുന്നത്. ഇതും ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഒരു സ്കെയിൽഡ് ആയിട്ടുള്ള ജെറി ക്യാൻ, അത് വെക്കാനായിട്ടുള്ള ക്ലാമ്പ്. എഗെയിൻ ഒരു ഷവലും കൂടെ, പ്രോപ്പറായിട്ടുള്ളൊരു ഷവലാണ്. വണ്ടി പണിയാനായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഇതൊക്കെ നമുക്കെടുത്ത് നമ്മുടെ പുതിയ ട്രേക്കകത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്ത് പണിയാം. അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കൊരു ലെറ്ററായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനടുത്ത് എനിക്ക് പേഴ്സണൽ ലെറ്റർ ആയിരിക്കും. ഈ സംഭവം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഇതല്ല, സോറി, അതോടെ പോയി. ഇത് ഇതിനകത്തുള്ള സാധനം. ഇത് ലെറ്ററായിട്ട് വന്നുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് പേഴ്സണൽ ലെറ്റർ ആയിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്ത കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോർച്യൂണറിൻ്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ കസ്റ്റം ചെയ്ത് മേടിച്ചിട്ടുണ്ട്. KL23C എന്ന് പറയുന്ന നമ്പർ അതിനകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ UK നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് ഇത്രയും ലെറ്റേഴ്സ് അലൗഡ് ഉള്ളൂ. KL238227 ആണ് നമ്മുടെ ഫോർച്യൂണർ നമ്പർ. അപ്പോൾ ആ ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ മിനിയേച്ചർ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിഫൻഡറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്കെയിൽ ലുക്ക് തോന്നിക്കും. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് വരുന്ന അടുത്ത സാധനം ഡോർ ഹിഞ്ചസും അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽ ലോക്സും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർസിനൊക്കെ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ലിപ്പോ ബാറ്ററിയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, 6000 mAh 11.1 വോൾട്ട് ഉള്ളൊരു ബാറ്ററിയാണ്. ഇത് 3 years ആണോ എന്ന് ഇതിൽ എഴുതിയിട്ടില്ല. അതെനിക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഓർഡർ ചെയ്ത ബാറ്ററി 3 years ബാറ്ററിയാണ്. ഇതാണ് നമ്മുടെ അടുത്ത പാക്കറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. കണ്ടല്ലോ, ഇതും നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ്. സംഭവം അടിപൊളിയല്ലേ. 1 by 10 സ്കെയിലുള്ളൊരു സൈക്കിളാണ്. അതായത് നമ്മുടെ ഡിഫൻഡറിൻ്റെ പുറകിൽ ഈ ഒരു സൈക്കിള് കെട്ടി വെക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇത് കണ്ടല്ലോ, ബൈക്ക് ഡൈകാസ്റ്റ് 1 by സ്കെയിൽ ഡൈകാസ്റ്റ് മോഡലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളും നൈസാണ് കേട്ടോ. ഇത് മെറ്റലാണ്. ഇതുണ്ട്, ഹാൻഡിലിനൊക്കെ ആ ഒരു പ്ലേ ഉണ്ട്. അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഷോക്ക് അബ്സേഴ്സാണ്. പണ്ട് കൊച്ചിലെ സൈക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സൈക്കിൾ വിട്ടാനൊക്കെ പണ്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് താഴെ അത് കമൻറ്റും ചെയ്തേക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൈക്കിൾ കൊച്ചിലെ. നമ്മുടെ ഇന്നത്തെ ബൈക്കുള്ള കൂട്ടായിരുന്നു പണ്ടൊരു സൈക്കിളുള്ളത്. സൈക്കിളൊക്കെ മോഡിഫൈ ചെയ്തോടെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇതിപ്പം സൂപ്പർ സാധനം. ഇതുണ്ടല്ലോ, കേബിളൊക്കെ കണ്ടോ, കറക്റ്റ് കേബിൾ കൂട്ട്. വീൽസൊക്കെ ആണെങ്കിലും പിന്നെ ഡിസ്ക് ബ്രേക്ക്, അടിപൊളി. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ നെക്സ്റ്റ് ബോക്സ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് എന്തായിരിക്കും നോക്കാം. ഇത് ടൈസാണ് കേട്ടോ. കുഞ്ഞ് ടൈസ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഡിഫൻഡറിൽ നമ്മൾ കുറേ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സ് കെട്ടി വെക്കാനുള്ള ടൈ ആണ്. അടിപൊളി. ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനമാണ്. ഇത് കണ്ടല്ലോ, സ്കെയിൽഡ് ആയിട്ടുള്ള 2 ആൻറ്റിന. ഇത് ആൻറ്റിന ആണോ സ്പ്രിംഗ് എന്നാണോ പറയുന്നത്? ആൻറ്റിന ആയിരിക്കും. ഇത് ശരിക്കും നമ്മുടെ വണ്ടിയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ കറക്റ്റ് റിയലിസ്റ്റിക് ആണ്. ഇത് അടിയിലൊരു കുഞ്ഞ് സ്ക്രൂ വരുന്നുണ്ട്. ഇത് ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. മേളിലൊരു വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം. പക്ഷേ 2ൻ്റെ സൈസ് ഡിഫറൻസ് ആണ്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈസ് ഡിഫറൻസ് നിങ്ങൾ കണ്ടോ, ചെറിയൊരു ലെങ്ത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അടിപൊളി.
ഇതും നമ്മുടെ ടൂൾ ബോക്സിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ആക്സസറി ചെയ്ത് കാണാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മളതെല്ലാം മേടിച്ച് നമ്മുടെ ഡിഫൻഡറിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് ബോക്സ് കുറച്ച് വലിയ ബോക്സാണ്, പൊട്ടിച്ച് നോക്കാം നമുക്ക്. നമ്മുടെ ഇപ്രാവശ്യത്തെ അൺബോക്സിങ്ങിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റമാണ് ഇനിയിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റേഡിയോ ലിങ്കിൻ്റെ FSH. ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ RCG GS V3 2.0 GHz 7 ചാനൽ ട്രാൻസ്മിറ്ററും റിസീവറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ട് ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 9,000 രൂപ എങ്ങാണ്ടാണ് വില വരുന്നത്. 120 USD ആണ് ഇവിടുത്തെ പ്രൈസ്. നമുക്കിത് പൊട്ടിക്കാം. RC6 GS V3 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് കേട്ടല്ലോ, ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ആവശ്യം വരുന്നതാണ്, അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് വരുന്നത് ഇതിനകത്തൊരു ബാൻഡാണ് റേഡിയോ ലിങ്കിൻ്റെ. ഇതിൻ്റെ ഒരു കണക്ഷൻ കേബിൾ വരുന്നുണ്ട്. ഇത് പവർ കേബിളാണ് കേട്ടോ, അതായത് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിളാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ 7 ചാനൽ റിസീവർ. ഇപ്പോൾ റിസീവർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. ഇതുള്ള 1 2 3. ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ചാനൽസ് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 അങ്ങനെ 7 ചാനൽസ് ഉണ്ട്, കണ്ടല്ലോ. ഇനി ഇതിനകത്ത് മെയിൻ സാധനം ഇതാണ് നമ്മുടെ റിസീവർ. എന്നാ ഭംഗിയാന്ന് നോക്കിയേ, അടിപൊളി പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിസീവറാണ്. നമ്മുടെ ട്രാക്സസിൻ്റെ TQ4 വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ, TQ4 ആണ് തോന്നുന്നതിന് മോഡൽ നമ്പർ, അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര പ്രോ സാധനമാണ് കേട്ടോ. നമുക്ക് ഒറ്റ കയ്യിൽ കൺട്രോൾ ചെയ്യാം. ചാനൽസ് എല്ലാം ഈ സൈഡിൽ കൂടെ ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇതെല്ലാം ഡിഫറെൻറ്റ് ചാനൽസാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ലിഫ്റ്റിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കറക്കിയിട്ട് വണ്ടി പണിയാനായിട്ട് പറ്റും. ഇവരുടെ ഈ ഒരു ബിൽറ്റിൻ്റെ രസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇത് നമ്മൾ പുതിയതായിട്ട് എടുത്തൊരു LED കണക്ഷനാണ്. അപ്പോൾ ഇതിനെ കയറ്റി വിടാനായിട്ട് ഇതിനകത്ത് ഫുള്ള് വയർ ഇടാനായിട്ടുള്ള സ്പേസുകളുണ്ട്. അതായത് വയർ അലൈൻ ചെയ്യാനായിട്ടുള്ള സ്പേസുകൾ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, അത് ഭയങ്കര സെറ്റായില്ലേ അവിടെ. അതുപോലെ തന്നെ ഒരെണ്ണം ഇവിടെയുണ്ട്. ഇത് കണ്ടോ, വയറൊക്കെ എല്ലാം നല്ല സെറ്റായിട്ട് നീറ്റായിട്ടിരിക്കും. ഞാനും ആദ്യം ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പണി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിടാം. കാരണം ഈ കേബിളൊന്നും ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നീളത്തിൽ കിടന്നാലുള്ളൊരു പ്രശ്നം, ഇതെല്ലാം നീളത്തിൽ കിടന്നാലുള്ളൊരു പ്രശ്നം ആവശ്യം. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വീലയിലൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ ഇത് ഹൈ ടോർക്കാണ്, വയറെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് വയർ അലൈൻമെൻറ്റ് ഇതിനകത്തൊരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം നമ്മുടെ നമ്പർ പ്ലേറ്റിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടല്ലോ, ഇത് ഇവിടെയായിരിക്കും നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു 3mm സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ പൊളിക്കുക, ഇത് ഇവിടെ ഒട്ടിക്കുക. സ്റ്റിക്കർ പൊളിച്ചു. അതിനുശേഷം ഓൾമോസ്റ്റ് സെൻറ്റർ ആക്കിയെന്ന് വെച്ച് നോക്കട്ടെ. ഇതാണ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ അഴിക്കാനും കൂടെ പാകത്തിന് വേണം ഒട്ടിക്കാൻ. ഇത് കണ്ടോ, ഇത് ആക്ച്വലി 2 ജെറിക്കാനാണ് വരുന്നത്. ഇത് കണ്ടോ, 2 ജെറിക്കാൻ. പക്ഷെ നമുക്കിത് ഊരിയെടുക്കാനൊന്നും പറ്റത്തില്ല. ആൾക്കാർ ഇത് ഇവിടെ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പെയർ വീൽ അഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതിൻ്റെ ബാക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ, അതായത് ഇപ്പം നമ്മൾ സപ്പോസ് ഞാനിപ്പോൾ ജസ്റ്റ് വെച്ച് കാണിച്ചിടാം. ഇപ്പോൾ സ്പെയർ വീൽ ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. കല ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ പുറകിൽ സൈക്കിൾ വരുമ്പോഴേക്കും ഇതാണോ ഭയങ്കര ചങ്കി ആയിരിക്കും. അതായത് ഭയങ്കര ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇൻ കേസ് ഇതിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ജെറിക്കാനിട്ടിരിക്കുന്ന സ്പേസിന് നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ വെക്കാനുള്ള സ്പേസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചിട്ടാവേ, ചുമ്മാ വെക്കുന്നേ ഉള്ളൂ. ഏകദേശം ഇതുപോലെ സൈക്കിൾ വെക്കാമെന്ന് വിചാരിക്കുക. ഇതിങ്ങനെയല്ല, നമുക്ക് ഇച്ചിരി കൂടെ നീറ്റായിട്ട് വെക്കണം. അതിനുശേഷം നമ്മുടെ ജെറിക്കാനെ ഈ ഒരു സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടായിരിക്കും. ബോഡിയിൽ നമ്മൾ ചെറിയൊരു തുളയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജെറിക്കാനിലിടുന്ന നട്ടും ബോൾട്ടും.
ഈ ഒരു ക്ലാമ്പിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്ക് മടക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ക്ലാമ്പ്. ഓൾ സെറ്റ്. കണ്ടല്ലോ, നല്ല രസമല്ലേ കാണാനായിട്ട്? കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ലുക്കായല്ലോ. രണ്ടാമത്തെ നമ്മുടെ ഹെല്ലയുടെ സ്റ്റിക്കർ. അടിപൊളി. ഇതുണ്ടല്ലോ നമ്മുടെ ലൈറ്റ്സ് നോക്കിയേ, സെറ്റായില്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫയർ എക്സ്റ്റിങ്യൂഷറാണ്. ഫയർ എക്സ്റ്റിങ്യൂഷറിൻ്റെ കൂട്ടത്തിൽ അത് വെക്കാനായിട്ടുള്ള ഒരു ക്ലാമ്പും വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഇതിനെ, ഞാൻ ഈ ഒരു സ്ഥലമാണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇതാകുമ്പം രസമായിട്ട് ഇവിടെ ഇരുന്നോളും, വേറെ ഒന്നിനെ ഡിസ്റ്റർബ് ചെയ്യത്തുമില്ല. കണ്ടോ? അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ സമയം 8 മണിയായി രാത്രി. ഞാൻ പണി തുടങ്ങിയത് രാവിലെയാണ്. അപ്പോൾ ശരിക്കും നല്ല പണിയുണ്ട്. നമ്മുടെ കാറിന് എടുക്കുന്ന അത്രയും തന്നെ പണിയുണ്ട് കേട്ടോ. അത്രയും പണിയില്ല, എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യാം. വീടിനകത്തൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിലും നല്ല അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങളെല്ലാവരും ഇതിനിപ്പം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനി നമുക്ക് നല്ല പണിയുണ്ട്. കാരണം നമുക്ക് ഇനിയും ഇഷ്ടം പോലെ സാധനങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഡോറിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പുതിയ സെറ്റ് ഓഫ് വീൽസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല പണിയുണ്ട് ഇനിയും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പണി ഒരിക്കലും തീർന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനതൊരു മോശമായിട്ട് പറഞ്ഞല്ല. കാര്യം വെച്ചാൽ ഓരോന്ന് തീർന്നുമ്പോഴേക്കും നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഔട്ടർ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷനൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കും. അതായത് അതിൻ്റെ പെർഫോമൻസ്, ഞാൻ നോക്കുമ്പോൾ ഒരാളോട് തിരിഞ്ഞു പോകണം കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. അതുപോലെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട്, അതായത് ഇനി ചെയ്ത് കാണാനായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മളതെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്ത വർക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കുഞ്ഞു പറയും, ഇതന്നെയാണ് നീ ഇപ്പോൾ നല്ല വെയിലത്ത്, അതായത് നല്ല ചൂടുള്ള സമയത്ത് ഈ ഉടുപ്പെടുത്തിട്ടുണ്ടോ എന്നേക്കുന്നത്? ആ, അമ്മയോട് ചോദിച്ച് മേടിച്ച് എടുത്ത് ഇടിപ്പിച്ചാണ്. കുഞ്ഞു ഊരട്ടെ അപ്പാ, ഊരട്ടെ? വേണ്ട, അതൊക്കെ പോകണം.